ഹലോ ഗൈസ്, ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ്. ലക്ഷദ്വീപ്. അങ്ങനെ പറയരുത്. ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ ഒരു തവണ പോയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും പോവാണ്. അത്ര ഇഷ്ടമായതുകൊണ്ട് വീണ്ടും പോവാണ്. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒട്ടും ആഗ്രഹിക്കാത്ത ഞങ്ങൾ ക്യാമറയിൽ മാറി നിന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാ ട്രിപ്പിനും പറഞ്ഞ മാതിരി അന്നന്നില്ല വീഡിയോ അന്നന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ ആവും നമുക്കറിയില്ല. ഗായ്സ്, ഇതാണ് അപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് കേട്ടോ. അലയൻസ് എയർ ആണ്. ഉണ്ട് ഇഷ്ടം പോലെ ആൾക്ക്. ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് വിൻഡോ സീറ്റ് ഒക്കെ എല്ലാവർക്കും അധികം കിട്ടും കേട്ടോ. അതെ, ചരിത്രത്തിൽ ഇത്ര ചെറിയ ഫ്ലൈറ്റിൽ ഞാൻ കയറിയിട്ടില്ല. ഓ, മെയിൻ ആവല്ലേ. മിന്നിക്ക് ഒറ്റക്കൊരു സീറ്റാ. ഒറ്റക്ക് സീറ്റാ. ഇനി ഇതൊന്നുമല്ല വിറ്റ്, ഞങ്ങളമ്മാൻ്റെ കാല്. ഉമ്മാൻ്റെ വിചാരം അമ്മ വടക്കണിയിലായിരിക്കണേന്നാണ്. വിമാനത്തിലാതൊരു വിചാരമില്ല. ആ ഇരുത്തം കണ്ടോ, ആ കാല് കണ്ടോ, സെൽഫി എടുക്കുമ്പോഴും കണ്ടോ. പക്ഷെ എന്താലേ, ഫ്ലൈറ്റ് കയറി 10 സെക്കൻഡ് ആയിട്ടില്ല, ഫെബി അപ്പത്തിന് ഉറങ്ങി. അതും വായി തുറന്നിട്ട്. അതിനൊരു റേഞ്ച് തന്നെ വേണം. വാവ്, അടച്ചോ. ലക്ഷദ്വീപിലെ ഏറ്റവും ഭംഗിയുള്ള വ്യൂ ആണിത്. ഫ്ലൈറ്റിൽ നിന്ന് ലാൻഡ് ചെയ്യണ സീന്. പക്ഷേ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഗ്ലാസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് കിട്ടിയില്ലെങ്കിലും അടിപൊളിയാണ്. ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ലഗേജിന് വെയിറ്റ് ചെയ്യാണ്. നമ്മളവിടെ ഒരു പാനലിൽ ഇങ്ങനെ വരുമല്ലോ, അങ്ങനെയൊന്നുമില്ല. ഒരു വണ്ടി അവിടെ കൊണ്ട് നിർത്തും. എന്നിട്ട് അതിൽ ഇങ്ങനെ സാധനങ്ങൾ, പെട്ടികളും ബാഗുകളും ഒക്കെ ഇങ്ങനെ കൊടുന്ന് ഇറക്കി തരും. ഇത് നമ്മൾ സ്പോൺസർ അസീസ് ഖാനെ മീറ്റ് ചെയ്യാണ്. മൂപ്പരാണ് നമ്മൾ സ്പോൺസർ. അപ്പോൾ മൂപ്പരാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഞങ്ങൾ ലഗേജൊക്കെ എടുത്ത് പുറത്തിറങ്ങി ഞങ്ങളെ ഒരു വണ്ടി വെയിറ്റ് ചെയ്യാണ്. നമുക്കൊരു ഇന്നോവ, 2 വണ്ടിയാണ്. കുറേ ലഗേജൊക്കെ ഉണ്ടായതുകൊണ്ട് 2 വണ്ടിയാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദ്വീപിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ്. തെങ്ങും കാര്യങ്ങളൊക്കെയാണ്. നടുവിൽ ചെറിയ റോഡ്, വളരെ വീതി കുറഞ്ഞ ചെറിയ റോഡാണ്. മോളെ, അതെ, ഇതാണ് ദ്വീപ്. സംഭവം നമ്മളിവിടെ ഒരു പ്രാവശ്യം വന്നതാണെന്നുണ്ടെങ്കിലും നമ്മൾ വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിരിക്കും ഇത്, അല്ലേ? അല്ല, ഇവിടെ വൈകുന്നേരം ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്നുണ്ട്. അവിടെ ഇവരൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട്. ഇവർക്ക് ഇന്ന് സംഭവം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ഫുള്ള് ലക്ഷദ്വീപ് കൊടുത്ത ആൾക്കാരും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ്. ഇവർക്ക് ഇന്ന് 6-ാം നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാളാണ്. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി. കാരണം ബീച്ചിൽ നമുക്ക് എത്ര ആൾക്കാരെ നോക്കാം. അപ്പം നമുക്ക് ഇവിടുന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ന്യൂ കപ്പിൾസിനെ കിട്ടിയിട്ടുണ്ട്. അവരോട് ലക്ഷദ്വീപിനെ കുറിച്ചിട്ടും ഇവിടുത്തെ നേച്ചറിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ചോദിക്കാം. അല്ല, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്തത്. സോറി, അറിയാത്ത ആളാണ്. ഹലോ ഹായ്, പേര് അനീഷ. അളിഞ്ഞ് വേണ്ട, അങ്ങനെ വിളിക്കല്ലേ. ലക്ഷദ്വീപ് നമുക്ക് തന്നൊരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വളരെ രാവിലെ ഇവിടെ എത്തിയിട്ടുള്ളൂ. എന്നാ വേണ്ടല്ലേ, ഇരിക്ക്. ആ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെറുതെ സംസാരിക്കായിരുന്നു. സ്റ്റാൻഡ് എടുത്തു എല്ലാം നിന്റെ തലിക്കത്. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ ഗാനാലാപനം. എടാ പറ എന്തെങ്കിലും. ശരിക്കും നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ. എന്തെന്ന് വീട് ദൂരെ, വണ്ടി എടുത്ത് തരാറ്. നമ്മള് സ്കൂട്ടർ എടുത്ത് വരാം. നമ്മളോടല്ല, പായസം ഉണ്ടോ വീട് ദൂരെ. പായസം കുടിക്കാനല്ലേ? എനിക്ക് അത് കുടിക്കാനുള്ള ഒരു മൂടുണ്ട്. എന്ത് രസമാണ് നോക്ക്. ഭയങ്കര രസം കേട്ടോ. കാലിങ്ങനെ നനച്ചിട്ട് അറിഞ്ഞതല്ല. മണല് പറ്റി പിടിക്കുമോ? ഫെബിന അൽജാഷ് ആണ്. ബൈ ഫെബിന അൽജാഷ്. ഇതാണ് ഗെയ്സ്, ഞാൻ മാഡം ഫെബിന അൽജാഷ് എന്ന് പുതുതായിട്ട് പർച്ചേസ് ചെയ്ത ഡ്രസ്സ്.
വളരെ സോഫ്റ്റ് കോട്ടനും പണ ഈ ലക്ഷദ്വീപിനെ കുറിച്ച് പറയാം. കെബിൻ അൽജാസ് പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷദ്വീപ് നമ്മൾ ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഒരിക്കൽ വന്നതാണ്. ഫീല് പറ. എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമായിരുന്നു അജ്മീർ ചെമ്പാണ്. അത് മക്കളെ ഒരു ബക്കറ്റ് ഒന്നല്ല, അതൊരു അജ്മീർ ചെമ്പാണ്. ശരിക്കും എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമായിരുന്നു ലക്ഷദ്വീപ്. പക്ഷെ ഞാൻ പറയാലോ, ലക്ഷദ്വീപ് ഒരിക്കലും വരൂ വിചാരിച്ചിട്ടില്ല. പക്ഷെ നമ്മളിങ്ങനെ ആഗ്രഹിക്കൂലേ, കാരണക്കാരനായത് ആരാണ്? ആരുടെ എഫേർട്ടാണ് അതിന്റെ പിന്നില്? അല്ല, എന്റെ ഹസ്ബൻഡ് ഉണ്ട്. സാമ്പത്തികമായിട്ട് വെറും സാമ്പത്തികം മാത്രം ഉണ്ടെങ്കിൽ വരാൻ പറ്റാത്ത സ്ഥലം കൂടിയാണ് ലക്ഷദ്വീപ്. അതല്ല, വെറും സാമ്പത്തികം മാത്രം ഉണ്ടെങ്കിൽ വരാൻ പറ്റാത്ത അതിൻ്റെതായ പ്രത്യേക കുറെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്തത് ആരാണ്? താങ്ക് യു. പറഞ്ഞു പറയിപ്പിക്കാൻ അല്ല, എന്റെ ശരിക്കും ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് നമ്മളിങ്ങനെ ഒരുപാട് ആഗ്രഹിക്കൂലേ, എന്നാലും പറ്റൂല എന്ന് വിചാരിക്കൂലേ. പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് ഒരു ഇയർ മുന്നേ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലം ആഗ്രഹിച്ചെടുത്ത് പോകണമെന്ന്. അപ്പം അൽഹംദുലില്ലാ ഇവിടെ വന്നു നമ്മൾ. അത് ഖത്തർ പോയോ? അടുത്തതായി അഫീഫ് റഹ്മാൻ സംസാരിക്കുന്നതാണ്. മൈക്ക് കൊടുത്താൽ ഒന്നും സംസാരിക്കാത്ത അഫീഫ് റഹ്മാൻ. അല്ലെങ്കിൽ 24 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ആംബിയൻസിനെ കുറിച്ച് പറയാം. നിങ്ങളെ ഖത്തറല്ലത് അങ്ങനെ പറയേണ്ടത്. വന്നിറങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ വിചാരിച്ച് കുറച്ച് പോർഷനിൽ നമ്മൾ കാണുന്നുള്ളൂ, ബാക്കിയെല്ലാം അപ്പൊ എന്റെ ഹസ്ബൻഡിനെ കാണുന്നില്ല. അങ്ങനല്ല നമ്മള് അപ്പൊ അത് എന്തോ ആയിക്കോട്ടെ പോട്ടെ. അതല്ല, ഇവിടെ വന്നപ്പോ നമ്മള് കുറച്ച് പോർഷനല്ലേ കാണുന്നുള്ളൂ അല്ലാണ്ടുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാവൂലെന്ന്. കാരണം ആദ്യമേ ഫുള്ള് സീ ലെവലിന്റെ ഇത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച് അതൊക്കെ ഒന്നും ഉണ്ടാവൂലെന്ന്. പക്ഷെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മെയിനായിട്ട് എനിക്ക് ആൾക്കാരെ പെരുമാറ്റം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയില്ലേ, അത് നമ്മൾ ബാക്കി എവിടെയും കാണാത്തൊരു രീതിയിൽ ഇങ്ങനെ ഒരാളിവിടെ സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും, ഞാൻ തന്നെ ഇവിടെ വന്ന് നിന്നില്ല നിങ്ങൾ ഇല്ലാണ്ട് നിന്നപ്പോ. അപ്പൊ ഒരു മാമ വന്നിട്ട് ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തു. മാമൻ പ്രായമുള്ള ആള്. അങ്ങനല്ല, എനിക്ക് വണ്ടിയൊക്കെ തരാന്ന് പറഞ്ഞു, കീ ഒക്കെ തരാന്ന് പറഞ്ഞു. അങ്ങനല്ല, കീ തരാ, നിങ്ങള് ഓരോരുത്ത് പൊക്കോ, നാളെ കൊണ്ട് തന്നാലും മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അപ്പൊ നിങ്ങളോട് ചോദിക്കാ വെച്ചാ. അപ്പൊ പിന്നെ ഇത്താത്തേക്ക് വന്നിട്ട് ആജു അപ്പളെ അങ്ങ് പോയിക്ക്. മീൻസ് അങ്ങനെയല്ല, എല്ലാരും നല്ലൊരു ഭയങ്കര പീപ്പിൾസ്, ഭയങ്കര നിഷ്കളങ്കായിട്ടുള്ള ആൾക്കാർ. പിന്നെ നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങിയ പാട് കുറച്ച് താത്താമാരെ കണ്ടു. അപ്പൊ ഇന്ന് ഇവിടെ പെരുന്നാളാണ്. ഒരു നമ്മളെന്തോ കഴിഞ്ഞിട്ടില്ല 7ാമത്തെ ദിവസം ഇവിടെ ഓലൊരു പെരുന്നാൾ ഉണ്ടാക്കും. അതിന് ഉച്ചക്ക് കുറെ പരിപാടി ഉണ്ടായിരുന്നു. അത് നമ്മളെ നാട്ടിലത്തെ പോലെ അത് മെയിൻ പെരുന്നാൾ പോലത്തെ. ഇതാണ് നമ്മുടെ മദാമ ഓടിക്കളഞ്ഞു കേസ്. ഒറ്റക്ക് പോണേ ഓള് കുറച്ച് ഒറ്റയ്ക്കുള്ള വൈബ് ആസ്വദിക്കാൻ. സത്യം, കാല് നനച്ചിട്ട് എന്ത് രസാന്നാ. ഇവിടെ നോക്കിയാൽ നാളെ നമ്മൾ പോണ ദ്വീപ് കാണുന്നുണ്ട്, പക്ഷെ വളരെ ലേറ്റ് ആയിട്ട് കാണുള്ളൂ. അതാണ് ബംഗാര കേട്ടോ. അതല്ലേ കാണുന്നുണ്ടോ? അറ്റം കാണുന്നുണ്ടോ? അതാണ് ബംഗാരം. 1.5 മണിക്കൂർ പോണം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ ഇറങ്ങിയിട്ട് എനിക്കങ്ങ് കുളിച്ചോളാൻ വയ്യ. ഡ്രസ്സ് ഇട്ടിന് സെറ്റായിട്ട് നൈറ്റ് ഒരു കുളി പാസ്സാക്കണം. ഇന്ന് രാത്രി 8:30 എന്റെ നമ്മള് കേട്ടില്ല കുളി പ്രഖ്യാപിച്ചുകൊണ്ട് അലീഷ തിരുവനന്തപുരം വടതല ഇന്നൊരു 8:30 കുളിയുണ്ട്. 10:30 അജുവിന്റെ മേലമാകക്ക് അജു കുറച്ചൊക്കെ തട്ടിക്കോട്ടോ. എല്ലാം മണല് ബാഗിൽ കയറ്റാൻ നിർബന്ധമൊന്നുമില്ല. മിക്കവാറും മണല് മാത്രം ഉണ്ടാവും. 10 കിലോ. അടുത്തായി ചായ കുടിക്കൽ ബ്ലോഗ്. ചെറിയ വീഡിയോ മതി. നമ്മളമ്മ ഷാലു മിന്നി ഒക്കെ ഇവിടെ ഭയങ്കര. എടാ എനിക്കെന്താടാ കള്ളന്മാരെ ഒറ്റക്ക് ഇന്നല്ലേ താഴിട്ട് പൂട്ടു
ഒന്ന് കൂട്ടോ. അച്ഛനെയാണ് അല്ല താഴിട്ട് അത് മുറിന് വേറെ അച്ഛനെ. പാട്ട്, ഇത് വേറെ പാട്ട് അല്ലേ? ഇതെന്താ ശാലു, എന്താ സാധനം? എത്ര ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും മതിയാകാത്ത ഇതാണിതാ. ഇനിയിപ്പോൾ നനഞ്ഞാലും കുഴപ്പമില്ല. മൂട്ടിലൊരു മരം മുളച്ച തണലെന്ന് പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലൊരാളാണ്, അലീഷാൻ നിസാർ. ഷോട്ടിനെ പിടി, ഷോട്ട് വരുന്നുണ്ടല്ലേ? ഷോട്ട് ലക്ഷദ്വീപിയൻ ഷോട്ട്. ഷൊട്ടേ ബാ അങ്ങോട്ട് പോ. ഞാൻ കൈ പിടിക്കാം. ഫെബിക്കന്നെ കുട്ടിക്കന്നെ ഫെബിനെ പറ്റിയില്ല. കുളിക്കണോ? എന്നാ വാ കുളിക്കാൻ പോവാ. ഇല്ല വീട്ടിലേക്ക് പോവാ. വീട്ടിലേക്ക് വന്ന് പോയിക്കോട്ടോ ചാച്ച. കുളിച്ചോട്ടോ പോയിട്ട്. പറ്റില്ല. ആ പിന്നെ പുകയിലുണ്ടോ? ചുണ്ണാമ്പ് പുകയില പുകയിലുണ്ട്. ആ തല തിരിയും ഫെബി, വെറുതെ ആശ്ചര്യത്തിന് നിൽക്കണ്ട. ഞാനതാ ചോദിച്ചേ. അന്ന് ചോദിച്ചോ പുകയില്ലേ മോളെ? എന്റെ വീട്ടിൽ മുറുക്കലുണ്ട് ശരിക്കും. എന്റെ ഉമ്മക്ക് കട ഉണ്ട്. അന്നൊന്ന് മുറിക്കാൻ ഓരിക്കോ. പറയണെങ്കിൽ വെറുതെ വേറെ എന്തെല്ലാം ഉള്ളത്? എനിക്കൊരു ബൂസ്റ്റ്. ഉമ്മക്ക് എന്നാണ്ട്? വിവിധ ഇടം കട്ടികൾ. ഇതെടുത്തിട്ടോ. സമൂസ അല്ലേ? സമൂസ ഉണ്ട്, റോളുണ്ട്. കാക്ക തണുത്ത വെള്ളം ഉണ്ടോ? എന്ത് വെള്ള? സാധാ വെള്ള? തണുത്ത വെള്ളം. ഇതെന്താ സാധനം? ഇത് മുട്ട. മട്ടനോ? മുട്ട. ആ എത്ര വേണം? അത് 3 എണ്ണം. പിന്നെ ബ്രെഡിന്റെ എന്തേലും ഉണ്ടോ? ബ്രെഡിന്റെ അതും വെച്ചോളി 2 എണ്ണം. അതെന്താ? എന്ത് റോളാ? ഫിഷ് എന്നൊന്നും മതി. തള്ളയല്ലേ ശരിക്കും? വെറ്റ കുറവും തള്ളനാച്ചി മുറുക്കാൻ ചെല്ലം മടിയിൽ വെച്ച് നീട്ടി തുപ്പും ഞാച്ചി. ഒരു വെറ്റയും കൂടെ തരുമോ? എന്റെ വീട്ടിൽ വെറ്റ ഉണ്ട്, കൃഷി. അതാ ഹസ്ബൻഡിനിളകി. സ്വന്തം ഭർത്താവ് ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞ് ചെയ്യാൻ മാത്രം നാച്ചി. മോളെ തല തിരിഞ്ഞിട്ട് നാളെ ബംഗാരം പോകാൻ പറ്റൂല. ഇതൊന്നും ഇല്ല, വെറ്റയും ഇതും ചുണ്ണാമ്പും. പുകയിലുണ്ട്, പുകയില പാൻ മസാല കേട്ടിട്ടില്ലേ? നിങ്ങളെ വലിയ രോഗിയാക്കാൻ ഇത് മതി അല്ലേ? ഇതാക്കുമ്പോ പല്ലെല്ലാം കറുത്തിട്ടുണ്ടാവും, ഉപ്പാകുമ്പോ ചുവപ്പ് കളർ. അത്രേ ഉള്ളൂ, ഒരു എഫക്റ്റും വരൂല. മാമ വേണമെങ്കിൽ ഈ സിനിമ കേൾക്കുമ്പോ കേട്ടിട്ടില്ലേ? നിങ്ങൾ പുകയില പാൻ മസാല നിങ്ങളെ വലിയ രോഗിയാക്കും. വലിയ രോഗി. പുകവലിച്ചെല്ലാരും അറിയാം. പുകവലി അർബുദത്തിന് കാരണമാകും. ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യൂല, ഞങ്ങളുടെ ചാനലിൽ തൊടൂല. അതെ ചേട്ടാ, അത് വേണ്ട കേട്ടോ. സ്ഥിരമായിട്ട് ഒരു വലിയ ശല്യം ആവുന്നുണ്ട്. സ്ഥിരമായിട്ട് മുറുക്കിയും കൊണ്ടിരുന്ന ഒരാളെ നമ്മളിതിന്ന് ഒഴിവാക്കിയിരിക്കുക. ലക്ഷദ്വീപിലെ പൊറാട്ട നാട്ടിലില്ലാത്തൊന്നുമല്ല, എന്നാലും ആ പക്ഷെ ഭയങ്കര വൈബാട്ടോ ഇവിടെ. അത് തണുത്താണ് അതിൻ്റെ അല്ലല്ല തരില്ല ഒന്നും വിചാരിക്കാൻ തരില്ല. എന്നിട്ട് നമ്മളാ തെങ്ങിനുണ്ടല്ലോ ഒരു ഊഞ്ഞാലിടും എപ്പോഴും ഓണത്തിന്. സൂപ്പറാണ്. ആ തെങ്ങിന്ന് ഒരു കമ്പ് വെച്ചിട്ട് നമ്മളെ കോണിയിലും കൂടി സെറ്റ് ചെയ്തിട്ട് ഒരു മയത്തിന് വെട്ട് തെങ്ങില് ഊഞ്ഞാലെന്ന് ചോദിച്ചപ്പോ തെങ്ങുമെന്ന ഒരു ഇത് വെച്ചിട്ട് കണക്ഷൻ എന്നൊക്കെ. പിന്നെ അടുത്തത് അല്ലേ ശരിക്കുണ്ട്. എൻ്റെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ ചെറുപ്പത്തിൽ. ആ എന്ത് നമ്മളെ നാട്ടിൽ എല്ലാവർക്കും അറിയാം നമ്മളവിടെ ഊഞ്ഞാലുള്ളൂ. അഫീഫിന്റെ ഭാര്യയല്ല. സ്വന്തമായിട്ട് പേരിൽ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഈ കാണുന്ന 2 കുട്ടികളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. എന്താ വെച്ചാൽ നമ്മൾ നടന്നു പോകുമ്പോൾ ജസ്റ്റ് ഷോൾഡർ തട്ടിയിട്ട് പരിചയമായതാ. കാര്യം എന്താണെന്ന് ഇപ്പം പറഞ്ഞു.
ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കണത് നമ്മൾ ബീച്ചിൽ നടന്നു വരുമ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ടിരുന്നു. അപ്പം ആ കണ്ട ആൾക്കാരോട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ എന്താണ് ഇന്ന് പെരുന്നാളാണ്, അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ സാധാരണയായിട്ട്. അപ്പോൾ ആ ഫുഡ് ഉണ്ടാവുക, നമുക്കതൊന്ന് കഴിക്കണം ചെറിയൊരാഗ്രഹം. അപ്പോൾ നമ്മളെല്ലാവരോടും ഇങ്ങനെ ചോദിച്ചു എന്താ ഫുഡ് ഉണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചോദിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികളെ കണ്ടപ്പോൾ കുട്ടികൾ പറഞ്ഞു പായസം ഉണ്ട്, നിങ്ങൾക്ക് നാളെ ഉണ്ടാക്കി കൊടുന്നേരാന്ന്. അപ്പം നമ്മൾ ആയിക്കോട്ടെ പറഞ്ഞു. പിന്നെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ കമ്പനി ആയപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ നമ്പർ തരിക, ഞങ്ങൾ വിളിക്കാറുണ്ട്. നമ്മൾ നമ്പർ കൊടുത്തു. എന്നിട്ട് നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ വണ്ടി തിരഞ്ഞിങ്ങാണ്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ഉണ്ട് ഒരു നമ്പറിൽ നിന്ന് കോൾ വരും. അപ്പം എടുത്ത് നോക്കുമ്പോൾ ഈ കുട്ടികളെ നമ്മൾ കണ്ട സ്ഥലത്തുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരുമോ, നമ്മൾ പായസം ഉണ്ടാക്കി വെക്കണോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു സംഭവം കേട്ടപ്പോൾ പറയാം, അതാണ് ഞങ്ങൾ എപ്പോഴും പറയുള്ളത്, ഇവിടുത്തെ സ്നേഹം സാഹോദര്യം എന്നുള്ളത്. ജസ്റ്റ് കുട്ടികൾ നടന്നു പോകുമ്പോൾ ഫെബി തോളിൽ കൈയിട്ട് സംസാരിച്ചിട്ടുള്ളൂ, അത്ര ഉള്ളൊരു പരിചയം. ഇത് വെറുതെ പറഞ്ഞാണ്. നിങ്ങൾ പെരുന്നാളിലെ പായസം ഒന്നും ഉണ്ടാക്കി ഞങ്ങളെ വിളിച്ചില്ലല്ലോ. നാളെ കൊണ്ടുവരാറിപ്പോൾ നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ പറയില്ലാന്ന് പറയില്ലല്ലോ നമ്മളാണെങ്കിലും. അല്ല ബിരിയാണി ഉണ്ടോന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ ബിരിയാണിക്ക് രാവിലെ ഉണ്ടായിരുന്നു, കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമുള്ള പോലെ ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ അഭിനയിക്കാതൊക്കെ വിചാരിച്ചത്. പക്ഷേ ചെറിയ കുട്ടികളാ, ചെറിയ ഒരു 3 പെൺകുട്ടികള്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെറുതെ പറയാണെന്നൊക്കെ. അപ്പോൾ പായസം ഉണ്ടാക്കിയിട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞു. എന്നാ നമ്പർ തരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതും വെറുതെ എന്ന് വിചാരിച്ചോ. പക്ഷേ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് എന്നിട്ട് ഞങ്ങൾ ഒരു നെറ്റുള്ള സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ മിസ് കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഫെബി ആരെങ്ങനെ മിസ് കോളൊക്കെ അടിക്കണേ പറഞ്ഞിട്ട് വെറുതെ ആ കുട്ടികളെ പ്രാഗായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എടുത്തു നോക്കുമ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾ മുമ്പ് കണ്ടില്ലേ ആ കുട്ടികളാണ്, ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എവിടേക്കാ കൊടുന്നേരണ്ടേ ചോദിച്ചു. ഇതാണ് പറഞ്ഞത് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം സാഹോദര്യം അടിപൊളിയാണ് ഇവർ ആ കാര്യത്തിൽ, അതിലൊരു സംശയമല്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ആ കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. നോക്കട്ടെ ഇവരെ പായസം എങ്ങനെ ഉണ്ട്, ഒരു നമ്മളെങ്ങനെയാണ് ആ ട്രീറ്റ് ചെയ്യണേ എന്നുള്ളത് നമുക്ക് നോക്കട്ടെ. ഇതെന്ത് പായസാ? നല്ല ചൂടുണ്ടേ. ആരുണ്ടാക്കിയേ? ഞാനും കൂടിയാണ്. എന്ത് പായസാ? ആണോ? എന്ത് പായസാ? പരിപ്പ് എവിടെയുണ്ട്? ഇതെന്തേ? നല്ല ചൂടുണ്ടേ. രാത്രി പോക്ക് നമ്മള് ഷൂര് ഓടിക്കാൻ വേണ്ടി തോണ പിടിക്കാൻ പോവാണ്. നമ്മൾ പോയിട്ട് രാത്രി ലൈറ്റ് എത്തിയിട്ട് ഇതിന്റെ പിടിക്കാനുള്ള മീൻ പിടിക്കും, ചെറിയ ചാട. അത് പിടിക്കും. അത് പിടിച്ചിട്ട് ഒരു 5-5:30 പറയുമ്പോൾ ഇവിടുന്ന് നേരെ പുറപ്പെടും. പൊളിച്ചൊക്കെ പുറപ്പെട്ടിട്ട് എന്നിട്ടാണ് ഈ ടൂണ അടിക്കാൻ പോകുന്നത്. നമ്മൾ വല എറിയല്ല. ഇല്ല വലയിട്ട് ഇവിടെ പിടിക്കാൻ പറ്റില്ല. അതെന്താ? അത് ഇവിടെ വില ലൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടുത്തെ ഫിഷറീസ് വിടുന്നില്ല. അല്ല ശരിക്ക് അപ്പോൾ വല വിഷയമല്ലേ കൂടുതൽ കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം വില വീശിക്കഴിഞ്ഞാൽ എല്ലാവരും വീശിക്കഴിഞ്ഞാൽ പോകും. നമ്മളിവിടുത്തെ ഭാഷയിൽ മെട്ടി, ചെമ്മരി, പിന്നെ വീസ, പിന്നെ മണക്കം. നല്ല ടേസ്റ്റുള്ള ചെമ്മരി നല്ല ടേസ്റ്റ്. അത് ഇവിടെ കഴിക്കുന്ന നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ അവിടെ കഴിക്കുന്ന ടേസ്റ്റ് വ്യത്യാസമാണ്. ടേസ്റ്റ് വരാം. നമ്മളിവിടുത്തെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്, കാരണം ഫ്രഷാണ്. ഇവിടെ വന്ന് നമ്മൾ തെങ്ങുന്ന് ഇടുന്ന മീറ ഉണ്ടല്ലേ, അത് കള്ളല്ല. നമ്മളവിടെ കള്ള് 40 ദിവസം കഴിഞ്ഞാണ് അത് കള്ളല്ല, 3 ദിവസം കഴിഞ്ഞാൽ അത് കള്ളായി മാറും. അതിൻ്റെ ഒരു ഷേപ്പ് അത് ഫ്രഷ് കുടിക്കുക, വയറ്റിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും എല്ലാം. ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോയാലും ഒരു പറയാത്ത കല്യാണത്തിന് കൂടും. ഇവിടെ ഇപ്പോൾ ലക്ഷദ്വീപിലുള്ള ഒരു പറയാത്ത കല്യാണം ഉണ്ടത്. ഞങ്ങളിവിടെ വന്നിട്ടാണ്. ഇവിടെ ഒരു ചെറിയൊരു നമ്മളടുത്ത് ഒരു ഓഡിറ്റോറിയം പോലുള്ള സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇതിൽ ഇവിടെ മെഹന്തി ഫംഗ്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ വിളിച്ച പോലെ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. 3 ആളും കണ്ടതാണ്. ഇവർ വിളിച്ച പോലെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ വിളിച്ചിട്ടേ ഇല്ല, ഈത്തപ്പോൾ നല്ല അടി അടിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഉണ്ടതാ, എല്ലാവരും ഉണ്ടതാ. ഇതൊക്കെ നമ്മളെ ചെക്കന്മാരാണ് ഇവിടുത്തെ മെഹന്തി ഫംഗ്ഷൻ. ഫോട്ടോയിലും വന്നു. അപ്പോൾ വിളിച്ച കല്യാണമാണ്.
മറ്റന്നാളാ നിക്കാ അല്ലേ? കളറല്ല മൈലാഞ്ചിട്ടതാ. പൂച്ച മൈലാഞ്ചിട്ടതാ? മെഹന്തി ആയോണ്ട് പൂച്ചക്ക് മൈലാഞ്ചിയിലെ ഐഡിയല്ലേ നാട്ടിലെ പൂജക്കെല്ലാം കളർ മുട്ട മുട്ട അല്ലേ വേണ്ടേ കൊണ്ടുപോവാ. അങ്ങനെ പറയാത്ത കല്യാണത്തിന് പോയി മൈലാഞ്ചിട്ട് കൊടുക്കണം കേട്ടോ. വെറുതെ ഇടുന്ന മാതിരി കാണിച്ചു ഇടല്ലേ കേട്ടോ. എന്റെ പേരെന്തേന്നു? ആയിഷ. ചെക്കൻ്റെ ഇവിടെ അടുത്ത് തന്നെയാ? ഈ ദ്വീപിൽ തന്നെ. നീ എന്ത് ചെയ്യുന്നേ? DL കഴിഞ്ഞ ഇവിടെ തന്നെ കവരത്തി. പിന്നെ നിങ്ങളവിടുത്തെ കല്യാണ പരിപാടികൾ അങ്ങനെ? അതായത് ഇപ്പൊ ഇന്നെന്താ ഫംഗ്ഷൻ? മെഹന്തി. പിന്നെ നാളെ രാത്രി ഹൽദി, മറ്റന്നാൾ നിക്കാഹ്, ഉച്ചയ്ക്ക് ശേഷം നിക്കാഹ്. പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം 13-ാം തീയതി രാത്രി. ചെക്കൻ്റെ സിസ്റ്ററാണ്. ചെയ്ത് ഇങ്ങോട്ട് വിളിക്ക്, വീഡിയോയിലേക്ക് കാണിക്കാൻ വിളിക്കും. ഇങ്ങോട്ട് വരി. ഇതാണ് കല്യാണ ചെക്കൻ്റെ സിസ്റ്റർ. പേര് പറയും. നമുക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്. അജു ഫെബി. ചെറിയ ചാനലാ. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ ഇങ്ങനെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. പരിപാടി കാണാൻ വേണ്ടിയാണ് ഏറിയതാ. ഇവിടെ നിങ്ങളിവിടെ എന്താ കല്യാണത്തിന് സ്പെഷ്യൽ ഫുഡ് എന്തായിരിക്കും? സാധാ നോർമൽ ചിക്കൻ, ബീഫ് ഉണ്ടാവും, ബീഫ് ഉണ്ടാവും, മട്ടൺ ഉണ്ടാവും. നിങ്ങൾ ഒരുമിച്ചിട്ടല്ലേ ഉണ്ടാക്കുക? എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് അങ്ങനെയല്ലേ ഉണ്ടാക്കുക? അത് ആ ഫംഗ്ഷൻ 13-ാം തീയതി ആണോ? ആ ഫംഗ്ഷൻ 13-ാം. അപ്പോൾ തലേ ദിവസമാണ് ഈ ഉണ്ടാക്കലൊക്കെ ഉണ്ടാവുക? രാത്രി ഉറക്കം നാളെ ഉച്ചയ്ക്ക് ശേഷം അടയല്ലേ, നൈസ് പത്തിരി. നിങ്ങളെന്താ പറയുക? നൈസ് പത്തിരിയോ? നിങ്ങളുടെ ആളുണ്ടായെന്ന് പറയുന്നത് ഇത് അടയെന്ന് പറയും. നാളെ പക്ഷെ അതിൻ്റെ ലീഫല്ലേ ഇല്ല, അത് നമ്മൾ നെയ്യ് വെച്ച് ഈ കൊട്ടിപ്പാട്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവോ? നമ്മളെക്കാം അതിൽ ആ അട ഉണ്ടാക്കുന്ന എല്ലാവരും വേറൊരു പ്രത്യേക ഒരു ഇലല്ലേ? അതിന്റെ പേരെന്തായിരുന്നു? ഞാൻ റീൽസിൽ കണ്ടിരുന്നത്. അതുപോലെ ഫംഗ്ഷന് ശേഷം ഇവിടെ ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് ഐറ്റം സമൂസ, പിന്നെ കുറച്ച് എന്താ പറയുക എണ്ണക്കടികളും ചായയൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരെ ഫംഗ്ഷന് ശേഷമുള്ള ഫുഡാണ് ഇത്. ഫുഡ് ഐറ്റംസ് ആണ്. ഇതിൻ്റെ പേരൊക്കെ എന്താണെന്ന് അവരോട് ചോദിച്ചു നോക്ക് ഫെബിയെ. എങ്ങനെയാ ഇത്? ചുവന്ന് കൈമാറ്റിയ വലിയൊരു ഉപകാരമായി തീരും അത്. ഒരു മിനിറ്റ്. സമൂസ, കോഴിമുട്ട, എന്തോ ബ്രെഡിൻ്റെ ഐറ്റം, കപ്പ് കേക്ക്, മുറുക്ക്, പഴം, ഒരു വെറൈറ്റി ഐറ്റം.